നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയുക ഭീകരമായ ഒരു മാജിക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ തീ വെച്ചിട്ടുള്ള ഒരു കളിയാണ്. അപ്പൊ ആദ്യം ഒരു മെഴുകുതിരി കത്തിക്കുകയാണ്. അപ്പൊ കത്തിക്കുമ്പോ അത് കെട്ടുപോവാണ്. പക്ഷെ അവര് ഇങ്ങനെ ഒരു മന്ത്രം ചൊല്ലുമ്പോ സെയിം തീപ്പെട്ടി കൊള്ളി കൊണ്ട് തന്നെ വീണ്ടും ഒരു കത്തിക്കുകയാണ്. അപ്പൊ മെഴുകുതിരി വീണ്ടും കത്താണ്. അപ്പൊ ഒരു ഹാക്ക് പോക്കോട്ടോ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ നമ്മുടെ മെഴുകുതിരി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കത്തിക്കാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. നമ്മുടെ മെഴുകുതിരി കത്തി കെട്ടില്ല, അപ്പം കൂടി കെട്ടും. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതേ മെഴുകുതിരി ഇതേ തീപ്പെട്ടിക്കൊള്ളി കൊണ്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കത്തിക്കാൻ പോകണം. അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു മന്ത്രം ചെല്ലേണ്ടതാണ്. വീണ്ടും നമ്മൾ അതേ തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് തന്നെ വീണ്ടും നമ്മൾ കത്തിക്കാൻ പോകണം. എന്നാലും നല്ല പ്രാർത്ഥിച്ചിരിക്കാം. ഇപ്പോഴാണ് നീ ശരിക്കും ശശിയായത്. പക്ഷെ നമ്മൾ തീപ്പെട്ടിക്കൊള്ളി കത്തി, അതായത് നമ്മുടെ മാജിക്. അപ്പൊ നമ്മുടെ ഈ മാജിക് സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ വിജയിച്ചേക്കാണ്. അപ്പൊ ഈ ഒരു മന്ത്രം ചൊല്ലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുഖമായിട്ട് നമ്മുടെ മെഴുകുതിരി എന്താ പറയുക, ഇപ്പൊ ഒരു വട്ടം കത്തിച്ചിട്ട് കത്തിയില്ലെങ്കിലും രണ്ടാമത്തെ വട്ടം നമുക്ക് വീണ്ടും അബ്രാക്കഡബ്ര ഒരു 4-5 വട്ടം ചെല്ലിയതിനു ശേഷം കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സ് വളരെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഫോക്കസ് ചെയ്തിട്ട് നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്തതിനു ശേഷം ഇത് കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇത് കത്തും. അതാണ് നമ്മുടെ മാജിക്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇതിന്റെ ട്രിക്കിലേക്ക് പോകാം. അപ്പൊ ഈ ഒരു ട്രിക്കിൽ നമ്മൾ ഫോക്കസ് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ തീപ്പെട്ടിക്കൊള്ളി ഇങ്ങോട്ട് എടുക്കുക, 2 എടുക്കുക. അതിനുശേഷം ഒരെണ്ണത്തിൽ നമ്മൾ ബ്ലാക്ക് പെയിന്റ് കൊണ്ട് ഇതിൽ അടിച്ചു കൊടുക്കുക. ഞാൻ ഒരു ബ്ലാക്ക് മാർക്കർ വെച്ച് ഇത് ബ്ലാക്ക് ആക്കി കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതിന് ചുറ്റും ഒരു സെലോ ടൈപ്പ് വെച്ച് അങ്ങോട്ട് ചുറ്റാം. അപ്പൊ 2 ആളുകൾ ഒരുമിച്ചിരുന്നു. അതിനുശേഷം നമ്മൾ ഇത് ഈ ഒരു കയ്യിൽ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇത് കത്തിക്കുമ്പോൾ എന്തായി, നമ്മുടെ തീപ്പെട്ടിക്കൊള്ളി നമ്മൾ ഇങ്ങനെ വെച്ച് കത്തിച്ച് മെഴുതിരി കത്തിച്ചതിന് ശേഷം ഇത് കെട്ടി കഴിയുമ്പോൾ ഒരു ഇത്തിരി നേരം വർത്താനം പറഞ്ഞു കളയുക. അല്ലെങ്കിൽ ഇത് തിരിച്ചു പിടിക്കുമ്പോൾ നമ്മുടെ കൈകൊള്ളും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ തിരിക്കണതിന്റെ ഒപ്പം എന്ത് ചെയ്യണം, തിരിക്കണതിന്റെ ഒപ്പം എന്ത് ചെയ്യണം, ഇങ്ങനെ നമ്മളിങ്ങനെ കുടയണം. അബ്രാക്കഡബ്ര ചെല്ലുന്നതിന്റെ ഒപ്പം ഇങ്ങനെ തിരിക്കണം. അപ്പൊ ഇതിങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ ഈ ബ്ലാക്ക് പെയിന്റ് അടിച്ചിട്ടുള്ള നമ്മുടെ തീപ്പെട്ടിക്കൊള്ളി മുകളിലേക്ക് വരും. അത് വെച്ചിട്ട് നമ്മൾ വീണ്ടും അബ്രാക്കഡബ്ര വെച്ചിട്ട് വീണ്ടും അടിച്ച വഴിക്ക് എന്തുണ്ടായി, നമ്മുടെ തീപ്പെട്ടിക്കൊള്ളി കത്തി. അപ്പൊ പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ തിരിക്കുമ്പോൾ ഞാൻ നേരത്തെ ചെയ്ത അതേ സ്റ്റൈലിൽ തന്നെ ചെയ്യുക, ഇത് കാണാൻ പാടില്ല. അതുപോലെ വളരെ ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത ടൈമിൽ നമ്മൾ ചെയ്തു ചെല്ലും. കാണുന്നവരെല്ലാവരും വിശ്വസിച്ചു. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? സക്സസ്ഫുൾ ആയിട്ടാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഹീറോ ആവാനും അടിപൊളിയായിട്ട് നമ്മളൊന്ന് ഷൈൻ ചെയ്യാൻ സൂപ്പർ ഒരു ചാൻസാണ്. അപ്പൊ ആരും വേസ്റ്റ് ചെയ്ത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പോകാം.